കോവിഡിൻ്റെ ഒരു രണ്ടാം വരവെന്ന് നമുക്ക് പറയാം. രണ്ടാം വരവോ മൂന്നാം വരവോ എന്നൊന്നും പറയാം. മൂന്നാം വരവെന്നേ പറയാം. കാരണം ആദ്യം കോവിഡ് വന്നു. എല്ലാവരും ഈ വാക്സിനൊക്കെ എടുത്തു. അതിന് ഒരുപാട് പാർശ്വഫലങ്ങൾ ആ വാക്സിനുണ്ട്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഈ കയ്യിൽ ഇത് വാക്സിനൊക്കെ എടുത്തു. വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ ഇവിടുത്തെ ഈ മസിൽ കട്ടിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആയുർവേദത്തിന് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി അവർ ഒരുപാട് തിരുവി റെഡിയാക്കി ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൈ അങ്ങ് ചുമന്ന് വളരെ അത് വേദനയാണ് സഹിച്ച്. എന്നാലും അത് മുഴുവനായിട്ട് മാറുന്നില്ല. കാരണം അതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. എനിക്ക് അത്രയേ ഉണ്ടായുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കി എന്തോ അതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രണ്ട് കൈയുടെയും മസിൽസിന് ഇതുപോലൊരു പ്രശ്നം വന്നു. വലത്തെ കൈയിൽ കുറവാണ്, ഇടത്തെ കൈയിൽ ഒരുപാട് കൂടുതലാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വന്നത് ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആദ്യം വന്നു. ആ വേരിയൻ്റ് വന്നപ്പോൾ നമ്മളാരും ഭയപ്പെട്ടില്ല. അതിൻ്റെ കാരണം അന്ന് ആദ്യം വന്ന ഒമിക്രോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റൊക്കെ, അതായത് മരണനിരക്കൊക്കെ വളരെ കുറവാണ്. അങ്ങനെയില്ല. കാരണം അത്രത്തോളം അശ്രദ്ധ ഉണ്ടെങ്കിലേ അതിനകത്ത് മരണമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ വേരിയൻ്റാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. അതായത് അത് ഒമിക്രോൺ, അതായത് കോവിഡ് ഒമിക്രോൺ XBB എന്ന് പറയുന്ന വേരിയൻ്റ്. ഈ വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകതകൾ, ആ വേരിയൻറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിന് സാധാരണയുള്ളതുപോലല്ല, മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇത് കണ്ടുപിടിക്കാനുണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ട് നമുക്ക് മൂക്കലോട്ട് ഒരു സാധനം നമുക്ക് അകത്തോട്ടിടും, വലിയ വെപ്രാളമാണ് നമുക്ക്, അതെടുക്കും, അതിൻ്റെ സ്രവം എടുത്തിട്ട് എനിക്കാണെങ്കിൽ വിദേശയാത്ര ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ദുബായ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, പലയിടത്തും എവിടെയൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെല്ലാം പലയിടത്തും ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക കൊളംബോയിൽ വരെ അവിടെയും ചെയ്തിട്ടുണ്ട്. കൊളംബോയിലാണ് അത് തന്നെ ബെൻഡോട്ടയിൽ ഞാൻ പോയപ്പോൾ അവിടെയും ഇത് ചെയ്തതാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ നമുക്ക് വെപ്രാളാണ്. പക്ഷേ ആ മൂക്കിൽ നിന്ന് ഇപ്പോൾ ശ്രമം എടുത്താൽ ഇത് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് കാര്യമില്ല. ഇനി ഇതുമൂലമൊക്കെ ഉണ്ടാവുന്നത് എന്തെന്നറിയോ? എനിക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ കോവിഡ് മൂലം വലിയൊരു നഷ്ടം വന്ന എൻ്റെ നേരെ ഇളയ സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ ഇമ്മ്യൂണോ സപ്രസൻ്റ് എന്ന് പറയുന്ന മരുന്നുകൾ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനായിട്ട് കഴിക്കണമല്ലോ, അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന് ഇതുപോലെ ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് കോവിഡ് മാറി. പക്ഷേ ആ പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ അങ്ങ് ഡെവലപ്പ് ചെയ്തു. ആ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങ് വളരെ വലിയ പ്രശ്നമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വന്നു. അവസാനം ഒരു 38 ദിവസം ആശുപത്രി കിടന്നിട്ട് മരിച്ചു. അത് മുഴുവൻ അവസാനം വെന്റിലേറ്ററിലായിരുന്നു കിടന്ന് മരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് ഒരു വലിയ നഷ്ടം ഉണ്ടായതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഇപ്പം നമുക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് പേടി മാറി. പണ്ട് ഈ കോവിഡ് വന്ന കാലത്ത് ഈ മനുഷ്യൻ പുഴുക്കളെപ്പോലെ വിദേശത്തൊക്കെ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു. മാത്രമോ അതിനെ കോരി എടുത്തുകൊണ്ട് പോകുന്നത് എന്തോന്നാ, അതൊക്കെ ഈ മിഷൻ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനെ കോരിയെടുത്ത് കൊണ്ടുവന്നിട്ട് വലിയ കുഴിയെടുത്തിട്ട് എല്ലാം കൂടെ ഡംപ് ചെയ്ത് അത് ഈ മണ്ണിട്ട് മൂടുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യ ശരീരത്തിന്, ഒരു മൃതശരീരത്തിന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും, നമ്മൾ സാറിന് അതിനെ വളരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് ഒരു മൃതശരീരത്തോടൊപ്പം. അതൊന്നും കിട്ടാതെ മനുഷ്യൻ പുഴുക്കളെപ്പോലെ മരിച്ചു വീഴുന്ന നമ്മൾ കണ്ടതാണ്. പണ്ട് പ്ലേഗ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രശ്നം അത് വന്നേക്കുന്നത്. അത് ചൈനയിലും ഒക്കെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലും ചൈനയിലും ഒക്കെ ചൈനയിൽ വന്നതൊക്കെ മനുഷ്യർ പോലും അവിടെ അറിയുകയില്ല പുറത്ത്. ആ രീതിയിലുള്ള മരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. തെരുവിലൊക്കെ മരിച്ചു കിടക്കല്ലേ ആളുകൾ, അങ്ങനെ കിടന്നു. അപ്പോൾ ഇതിനെ ആരെങ്കിലും തൊടുവോ? അതുമില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ വലിയ മൂടുപടമൊക്കെ ഇട്ടുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ നടത്തിയേക്കുന്ന അതിനോടൊപ്പം അതിന് ഉടുപ്പ് വാങ്ങാൻ അഴിമതി നടത്തിയ സ്ഥലമാണ് നമ്മുടേത്. ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ നേഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കും ധരിക്കേണ്ട വസ്ത്രമുണ്ടല്ലോ, അത് വാങ്ങാൻ അതിനകത്ത് അഴിമതി നടത്തിയ സ്ഥലമാണ് നമ്മുടെ, കേട്ടോ. 500 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 5000 രൂപയ്ക്കോ ഒക്കെ വാങ്ങിച്ച ഒരു നാടാണ് നമ്മുടേത്. അപ്പം ഏതായാലും അതും കഴിഞ്ഞു. നല്ല പേരും ഒക്കെ കിട്ടി. നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തതാണ്. എന്തോ ചെയ്ത് ഇവിടെങ്ങൊന്നും ചെയ്തതൊന്നുമല്ല. പേരൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയ പേരുകളേ ഉള്ളൂ. ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ അങ്ങ് വന്നു. ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല, കേട്ടോ. നല്ല പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടത്തി, പക്ഷെ പണം ഒത്തിരി പോയെന്നുള്ളതേ ഉള്ളൂ. ഏതായാലും അങ്ങനെയും അതിനകത്ത് പോയി. ഇപ്പം വരാനുള്ള ഇതെന്തെന്ന് പറയുക, ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്.
നേരത്തെയുള്ള കോവിഡ് അതിനെ കഴിയും ഈ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ് ഈ ഒമിക്രോൺ എക്സ് ബി വി വേരിയൻ്റ് എന്ന് പറയുന്നതിന് ഉള്ളത്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. നമുക്കകത്ത് ഒരുപാട് ഡിസ്കംഫേർട്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടേ ഇത് അറിയുള്ളൂ. അത് ലങ്സിനെയാണ് കൂടുതലും ബാധിക്കുന്നത് അതിനകത്ത്. കാരണം എന്ന് വെച്ചാൽ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, മോർട്ടാലിറ്റി റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഇപ്പോഴും പറയും നമ്മൾ ഇതിപ്പോൾ പറയാൻ പറയുമ്പോൾ നിങ്ങളതിനെ ആളുകളെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അത് വിവരമില്ലാത്തവരാണ് ചോദിക്കുന്നത്. പേടിക്കണം. നമുക്ക് ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നതും പോകരുത്. ഇനി പോയാൽ അത് നിർബന്ധമായിട്ടും മാസ്കും ധരിക്കണം. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി. എനിക്ക് വലിയ ബന്ധപ്പെടായി ധരിക്കായി. കാര്യം എനിക്ക് എന്തോ അങ്ങ് അത്ര വലിയൊരു ഇറിറ്റേഷനായി ഈ സാധനം കെട്ടിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ നിവർത്തിയില്ല. ഇനി നമുക്ക് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിപ്പം ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലുമാണ്. പിന്നെ ഇത് മറ്റ് പലയിടത്തും ഇതുപോലുള്ള റിപ്പോർട്ടിംഗ് ഒന്നും വരത്തില്ല. അങ്ങനെയും കാര്യമുണ്ട്. ഇവിടെ ഇത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ വന്നേക്കുന്നത്. ഏതായാലും നമ്മുടെ ആരോഗ്യ വകുപ്പും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ആളുകൾക്ക് ഒരു ഭയമില്ലാതായിട്ടുണ്ട് നേരത്തെ. പക്ഷെ അങ്ങനെ ആകരുത്. നമ്മൾ ഭയപ്പെടേണ്ടതിന് ഭയപ്പെടണം. നമുക്കൊന്നുമില്ല, കോവിഡ് അത് വന്നങ്ങ് പോവും, കുറച്ച് പനിയൊക്കെ വരും, അങ്ങനല്ല വേണ്ടത്. ആ ചിന്തയല്ല വേണ്ടത്. നമ്മൾക്ക് ഇത് വളരെ സൂക്ഷിക്കണം. ഇത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ ഇത് കണ്ടുപിടിക്കാൻ ഇടയായാൽ, അതായത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണണം, കൺസൾട്ട് ചെയ്യണം, പരിശോധന നടത്തണം. എന്നിട്ട് ഇത് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മരുന്ന് കഴിക്കണം കേട്ടോ. ഇതിനൊക്കെ മരുന്ന് അവൈലബിൾ ആണ്. മരുന്ന് കഴിക്കണം. നേരത്തെയൊക്കെ എല്ലാവരും വാക്സിൻ എടുത്തു പോയതുകൊണ്ട് വാക്സിൻ ഇനി വേണ്ട. പക്ഷേ അല്ലാതെ കഴിക്കാനുള്ള മരുന്നുകളുണ്ട്, അത് കഴിക്കണം. കഴിച്ച് ഈ അസുഖത്തെ അമർച്ച ചെയ്യണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയ മഹാമാരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മാറും. അങ്ങനെ ആകരുത്. എല്ലാവരും ശ്രദ്ധിക്കണം.